ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവരോടും ഹാപ്പി ന്യൂ ഇയർ പറയാണ്. കുറച്ച് ലേറ്റായി. ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഇപ്പോൾ ചെയ്യാറില്ല. അപ്പോൾ കുറച്ചൊക്കെ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ടൈം കിട്ടുന്നില്ല ഒന്നാമത്തത്. അതുകൊണ്ടാണ് ലോങ് വീഡിയോ ഒന്നും ചെയ്യാത്തത്. പിന്നെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. റിയാക്ഷൻ വീഡിയോ ഇപ്പോൾ അധികം ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീല് കണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടു. അതുകൊണ്ട് ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. ഇത് റിയാക്ഷൻ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. അത്രയ്ക്കും വേദന തോന്നിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത്. അത് ഞാൻ താഴെ കാണിക്കുന്നുണ്ട്. ഇത്രയും ആഭരണം കൊടുത്ത് കല്യാണം കഴിപ്പിച്ചു കൊടുത്ത ഒരു പെൺകുട്ടിയാണ്. ആ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന ആ ഒരു രംഗമാണ് നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്നത്. സുമി എന്ന് എന്തോ ഒരു പേരുള്ളൊരു മോളാണ്, കൊല്ലമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ മോളെ ഉപദ്രവിക്കുന്ന ഒരു ഇതാണ്. ഒന്നോ രണ്ടോ മക്കളും ഉണ്ട് തോന്നുന്നു. അതിലൊരു കൊച്ചിനെയാണ് ഞാൻ കുറേ റീലുകൾ എടുത്ത സമയത്ത് അതിലൊരു കൊച്ചിനെ ഞാൻ കണ്ടത്. അപ്പോൾ എന്താ പറയുക, എത്രയും സ്വർണം കൊടുത്തിട്ടും അവൻ ആ പെണ്ണിനെ ഉപദ്രവിക്കണമെന്നുണ്ടെങ്കിൽ അവനൊക്കെ ഒരു മനുഷ്യനാണോ? എന്താ പറയുക, സ്ത്രീധനം കൊടുക്കാതെ ഉപദ്രവിക്കുന്നവരുണ്ട്, കൊടുത്തിട്ടും ഇങ്ങനെയൊക്കെ പീഡിപ്പിക്കുന്ന ആളുകളും ഉണ്ട് അല്ലേ? എന്താ പറയുക, ഒരു പെണ്ണെന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര പേടി തന്നെയാണ്. ഈയൊരു എന്താ പറയുക, വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് ഇതൊക്കെ കാണുന്ന സമയത്ത്. ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാതെ അവൻ്റെ ഇതിൽ നിന്നും പുറത്തു വന്നു എന്നുള്ളതാണ് ഏക ആശ്വാസം. അതൊന്നും ആലോചിക്കാതെ ആ പെൺകുട്ടി അവൻ്റെ ആ ഒരു ഇതിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തു വന്നു എന്നുള്ളതാണ് ഏക ആശ്വാസം. ആ കമൻറ്റുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റുകളിൽ പറയുന്നുണ്ട്, എൻ്റെ ഉമ്മയും ഉപ്പയാണ് എൻ്റെ ബലം, അവരില്ലായിരുന്നെങ്കിൽ ഇല്ലായിരുന്നു, ഞാൻ മരിച്ചേനെ. അവരുടെ ആ ഒരു ഇതുകൊണ്ടാണ് ആ മോള് അവനെ ഉപേക്ഷിച്ച് പുറത്ത് വന്നത്. ഇപ്പോൾ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ആദ്യം പേരൻസാണ് അതിനൊരു ഇത് കൊടുക്കേണ്ടത്. പേരൻസ് അല്ലാതെ ഫോൺ വിളിച്ച് പറയുമ്പോൾ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ, മോളെ നീ കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യ്, ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്, നിനക്ക് ഇവിടുത്തെ അവസ്ഥ അറിയില്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് ആ പെണ്ണ് ചിന്തിക്കും, പിന്നെ എനിക്ക് എന്താണ്, ഞാൻ എവിടെ പോകും, എനിക്ക് ഇനി എന്താണ്, എൻ്റെ മുമ്പിൽ നിന്നുള്ളൊരു ഇത് ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു പെൺകുട്ടി ഒന്നില്ലെങ്കിൽ ഒരു കയറിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ ഒരു വിഷക്കുപ്പിയുടെ മുമ്പിലോ ജീവൻ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കുറേ സ്വർണ്ണങ്ങൾ കൊടുത്ത് കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മകളുടെ ബാധ്യത തീർന്നു എന്ന് പേരൻസ് ചിന്തിക്കരുത്. എന്താ പറയുക, ആ ഒരു ബാധ്യതയായിട്ട് പെൺകുട്ടികളെ കാണരുത്. അവൾ അവിടെ സുരക്ഷിതമാണോ, അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് എന്താ പറയുക, വിളിച്ച് ചോദിക്കണം. അവരെന്തെങ്കിലും പറയുവാണെങ്കിൽ നീ അവനെ കളഞ്ഞിട്ട് വന്നേക്ക് എന്ന് തന്നെ പറയണം. ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് നോക്കിയിട്ട് അത് ഇതാണെങ്കിൽ അത് കളഞ്ഞിട്ട് വാന്നെന്ന് തന്നെ പറയണം. ഇങ്ങനെ ഉപദ്രവിക്കുന്നവൻ്റെ കൂടെ ഒന്നും ജീവിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ശരിക്കും പെണ്ണുങ്ങളും പീഡിപ്പിക്കുന്ന പല ഇതും ഉണ്ട്. ആണുങ്ങളെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ട്. അത് വേറെ കാര്യം. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഉപദ്രവിക്കുന്നവരെ പറയണം. ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആണുങ്ങൾ വരും, ഞങ്ങൾക്കും ഇങ്ങനെയുള്ള പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾ ഇതാവേണ്ടതെന്ന് ചോദിക്കും. എൻ്റെ കൺമുമ്പിൽ അങ്ങനെ ഉണ്ട്. ഒരു ഡിവോഴ്സായി കഴിഞ്ഞ് വേറൊരു കല്യാണം കഴിച്ച് അവൻ ജീവിക്കുകയാണെങ്കിൽ അവനെ നിരന്തരം ഉപദ്രവിക്കുന്ന, പിന്നാലെ നടന്ന് ഓരോരോ കാരണങ്ങൾ കൊണ്ടും ഓരോന്ന് ചെയ്തിട്ടും ഓരോരോ മാനസിക ഇത് കൊടുക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട്. അതില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ എത്രയോ പെണ്ണുങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ ഈ ഒരു ഇതും ഉണ്ട് എന്നാണ് പറയാനുള്ളത്. ആണും പെണ്ണും അനുഭവിക്കുമ്പോൾ ഒരു തുല്യം തന്നെയാണ്. ഇപ്പം ഇത്രയും സ്വർണം കൊടുത്തിട്ടും ഇത് കൊടുത്തിട്ടും ഇത്രയൊക്കെ പീഡിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ പെണ്ണ് പിന്നെ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട കാര്യമില്ല. അവിടെ നിന്ന് അവനെ കളഞ്ഞിട്ട് വരിക തന്നെ ചെയ്യേണ്ടത്. അതിൽ കുറച്ച് കമൻറ്റുകൾ ഞാനൊന്ന് വായിക്കാം കേട്ടോ. ആ വീഡിയോൻ്റെ താഴെയിട്ട കുറച്ച് കമൻസുകളാണ്, അതെന്തായാലും ഒന്ന് വായിക്കാം. സൂയിസൈഡ് ചെയ്യാതെ താൻ ലൈഫ് ജീവിച്ച് കാണിക്കാൻ തീരുമാനിച്ചില്ല, അതാണ് ഏറ്റവും നല്ല തീരുമാനം, എല്ലാം ഓക്കെ ആകും എന്ന് പറയുന്നുണ്ട്. അതാണ്, സൂയിസൈഡ് ചെയ്യാതെ ഇവന്മാരുടെ മുമ്പിലൊന്നും ഒരു പെണ്ണ് അടിയറവ് വെക്കേണ്ട യാതൊരു കാര്യമില്ല എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അടുത്ത കമൻറ്റ് ഇങ്ങനെയാണ്, ആ ഫസ്റ്റുള്ള ബ്രൈഡായിട്ടുള്ള വീഡിയോ കാണുമ്പോഴാണ് സങ്കടം, എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും ആ പാവത്തിന്. ശരിയാണ്, എന്തെല്ലാം സ്വപ്നങ്ങളിലൂടെയാണ് ഒരു പെണ്ണൊരു ജീവിതത്തിലേക്ക് പോകുന്നത്. ആ പോയി കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുമ്പോഴുള്ള ഒരു അവസ്ഥ വല്ലാത്തൊരു ദയനീയം തന്നെയാണ്. അടുത്തൊരു കമൻറ്റ് ഇങ്ങനെയാണ്, നിനക്ക് അവൻ്റെ കണ്ണിൽ ഇത്തിരി മുളക് പൊടിയെങ്കിലും എടുത്ത് എറിഞ്ഞൂടായിരുന്നു. ആ പെൺകുട്ടി ഒന്നും പ്രതികരിക്കുക പോലും ചെയ്യാതെ അവൻ ചെയ്യുന്ന ആ ക്രൂരകൃത്യങ്ങളൊക്കെ എവിടെയോ ഫോൺ ഒളിപ്പിച്ച് വെച്ചിട്ടായിരിക്കാം അത്രയും ഇത് മുന്നിൽ അത് ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരാൻ
കൊണ്ടുവരാൻ അവൾക്ക് സാധിച്ചത്. അത് അല്ലാതെ അവൻ്റെ തനി സ്വരൂപം ചിലപ്പോൾ ചില ആളുകളുണ്ട് എല്ലാവരുടെ മുമ്പിലും നല്ലവനായിരിക്കും, പുറത്ത് ഒരു ഭാര്യൻ്റെ മുമ്പിൽ വേറൊരു സ്വഭാവമായിരിക്കും, പുറത്ത് എല്ലാവരോടും ഭയങ്കര മാന്യനായിരിക്കും. അങ്ങനെയുള്ളവന്മാരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ പെൺകുട്ടി അങ്ങനെ ഒരു വീഡിയോ എടുത്ത് വെച്ചത്. അതെന്തായി, അതെല്ലാവർക്കും ഒരു തെളിവായി എന്തായാലും. പിന്നെ വേറൊരു കമൻറ്റ് ഇങ്ങനെയായിരുന്നു, സ്വന്തം വീട്ടിലേക്ക് വന്നോ ആ ജന്തുവിനെ വെറുതെ വിട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കേസ് അപ്പോൾ അവരുടെ അതിന് സുമീന അങ്ങനെ എന്താണ് പേര്, ഇവാനു എന്നെന്താണ് അതിൻ്റെ ആ ഒരു ഇത്, എനിക്ക് പേര് കറക്റ്റായിട്ട് അറിയില്ല. കേസ് കൊടുത്തു, വീഡിയോ ഒക്കെ സ്റ്റേഷൻ കൊടുത്തു, എന്നിട്ടും അവൻ പൈസ വാരി എറിഞ്ഞ് കേസ് മൂവാകാതെ വെച്ചു, ജാമ്യം എടുത്തു, ഒമാനിൽ പോയി. അവൻ കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവൻ എന്താണ് പണം വാരി എറിഞ്ഞു, എന്നിട്ട് ഒമാനിലോട്ട് പോയി എന്നാണ് പറയുന്നത്. അത് ശരിയാണ്. ഇപ്പം നിയമത്തിന് പോലും പെണ്ണുങ്ങൾക്ക് മുമ്പിൽ എന്താണ് ഒരു ഇതും ഇല്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കേസ് കൊടുത്താലും അവർ മറ്റവരിൻ്റെത് കണ്ടിട്ട് എന്താ പറയുക, ആ ഒരു ഇത് നോക്കിയിട്ട് അവർക്കായിരിക്കും അനുകൂലമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒന്ന് സ്റ്റേഷനിൽ പോയാൽ തന്നെ 100 കാര്യങ്ങൾ നമ്മളവിടെ ബോധിപ്പിക്കണം, 100 കാര്യങ്ങൾ കാണിക്കണം. അതുപോലെ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണിച്ചിട്ട് പോലും അവൻ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ നിയമം ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ദയനീയമാണെന്നുള്ളത്. ആ പെൺകുട്ടി ഇത്രയ്ക്ക് ക്രൂരത അനുഭവിച്ചിട്ടും ആ പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്ന ആ ഒരു ഇത്, എന്നിട്ട് പോലും അവനക്കാണ് ജയം. ഇത് തന്നെയാണ് നേരെ തിരിച്ചും ഇങ്ങനെ തന്നെ കേട്ടാ. ഇപ്പം ആണുങ്ങളുടെ ഭാഗത്താണ് ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിലും ആ ഒരു ഇതിൽ നമ്മൾ കേസ് കൊടുക്കാൻ പോയാലും അവർ നേരെ തിരിച്ചാണ് ആരാണോ പണം വാരി എറിയുന്നത് പണത്തിൻ്റെ മുമ്പിലാണ് നിയമം ഇപ്പോൾ നിൽക്കുന്നത് തന്നെ പറയാം. അപ്പോൾ എന്താ പറയുക, അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ കൺമുമ്പിൽ തന്നെ പല ഇതും കാണുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, ഒരിക്കലും ജീവിക്കാൻ സമ്മതിക്കാതെ എന്താണ് പുറകെ നടന്ന് പിന്തുടരുന്ന കുറേ ആളുകളും ഉണ്ട്. അങ്ങനെയുള്ളവരോടൊക്കെ എന്താ കാലം തെളിയിക്കും, കർമ്മ എന്നൊരു ഇതുണ്ടല്ലോ, അതെന്തായാലും തെളിയിക്കുക തന്നെ ചെയ്യും. നമ്മളെ ജീവിക്കാൻ അനുവദിക്കാത്ത കുറേ ആളുകളുണ്ട് നമ്മുടെ കൺമുന്നിൽ തന്നെ കാണുന്ന കുറേ ഇതുണ്ട്. ഞാനങ്ങനെ ഇതായിട്ട് പറയുന്നൊന്നുമില്ല. അതുപോലെ സിലു ടോക്സ് ഞാൻ എപ്പോഴും കാണുന്നതാണ്. അവളുടെ ആ ഒരു ഇതും കണ്ടില്ലേ, ഇത് ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ടും അവളുടെ ആ ഒരു അവസ്ഥയും കൊണ്ട് ആ 5 മക്കളെ വെച്ചിട്ട് ഇപ്പോൾ അവൾ പാട് വീടുകയാണ്. എന്താ കാരണം, എന്താണ് പിരിയാനുള്ള റീസൺ എന്നൊന്നും അവൾ പറയുന്നില്ല. പിന്നെ നമ്മൾ വേറെ ന്യൂസ് കണ്ടു, മുനീറ എന്നാണോ ബിഷിറ എന്നാണോ എനിക്ക് കറക്റ്റ് പേര് ഓർമ്മയില്ല, ന്യൂസിൽ കണ്ടു. അതൊരു പെൺകുട്ടി, ആ ഒരു പെൺകുട്ടിയും ഭർത്താവിൻ്റെ കൈകൾ കൊണ്ട് മരിക്കേണ്ടി വന്നു. അവൾക്ക് ഒരു പിഞ്ചു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനാണ് അനാഥമായത്, ലഹരിക്ക് അടിമയായിട്ട് ആ ഒരു പെണ്ണും ഇതുപോലെ മരിക്കേണ്ട ആ ഒരു സിറ്റുവേഷൻ വന്നു. എനിക്ക് പറയാനുള്ളത് എന്താണ്, ഇപ്പം നമ്മളൊരു കല്യാണം കഴിഞ്ഞ് നമ്മളൊരു വീട്ടിലോട്ട് പോയി, അവിടെ പല പ്രശ്നങ്ങളുണ്ടാവും. പല പ്രശ്നങ്ങൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടും നമുക്ക് ഒരു ഇതും ഇല്ല എങ്കിൽ നമ്മൾ അവിടം വിട്ട് പോവുക തന്നെയാണ് നല്ലത്. ആളുകൾ പലതും പറയും, പല രീതിയിലും പല കാര്യങ്ങളും പറയും. ഇപ്പം നമ്മുടെ സ്വന്തം വീട്ടിൽ പോയിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം നിന്ന് തന്നെ ആളുകൾ പറയാൻ തുടങ്ങും. ആളുകൾ വേണ്ട, ബന്ധുക്കാർ തന്നെ പറയാൻ തുടങ്ങും, ഇവൾക്ക് ഇപ്പം നിങ്ങളുടെ കഞ്ഞുകൂടി മുട്ടിക്കാൻ വന്നിരിക്കുവാണോ, നിങ്ങൾ തന്നെ ജീവിക്കുന്നത് ആരോ പറഞ്ഞ പോലെ, എന്നിട്ടും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി എന്തിനാണ് അവൾ വന്നിരിക്കുന്നതെന്നുള്ള ചോദിക്കുന്ന ആളുകളും ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. എന്താണ് അപ്പോൾ നമ്മൾ ആ ഒരു ഇതൊന്നും നോക്കാതെ നമുക്ക് പ്രശ്നങ്ങൾ തോന്നി നമുക്ക് എവിടെയാണോ സമാധാനം കിട്ടുന്നത് നമ്മൾ അവിടേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത്. നമ്മളെ പിന്തുടർന്ന് നമ്മളെ ആക്രമിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെയൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് കിട്ടും. പക്ഷെ എല്ലാം അനുഭവിച്ചിട്ട് നമ്മൾ ആ ഒരു വീട്ടിൽ നിൽക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് ആ വീട്ടിൽ നമുക്ക് സ്വസ്ഥതയില്ല എങ്കിൽ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുക തന്നെ ചെയ്യുകയാണെന്നാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാനുള്ളത്. നമ്മൾ കടിച്ചു തൂങ്ങി ഒരിക്കലും ആരുടെ അടിമയായിട്ട് ജീവിക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മൾക്ക് പ്രശ്നങ്ങളാണ്, നമുക്ക് ബുദ്ധിമുട്ടാണ് തോന്നുകയാണെങ്കിൽ ബന്ധുക്കാരുടെ സ്വന്തക്കാരൻ്റെ ഒന്നും നമ്മൾ ഒരു ഇത് നോക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം, ഓരോ പെണ്ണും എങ്ങനെയെങ്കിലും ജോലി വാങ്ങിക്കണം, വിദ്യാഭ്യാസം നേടണം, നല്ല ജോലി വാങ്ങിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് 2 പെൺമക്കളാണ്. എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് നല്ലപോലെ പഠിച്ച് നല്ല ജോലി വാങ്ങിക്കുക, എന്നിട്ട് മാത്രം കല്യാണം കഴിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഒരു ഇതും ഉണ്ടായില്ല. നമ്മൾ വെറും അടിമവേല ചെയ്യേണ്ടി വരും. നമ്മളൊരു ഭർത്താവിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, ചില ആളുകൾ അങ്ങനെയാണ്. നമ്മൾ അവിടെ പോയി അവരുടെ കുത്തുവാക്കുകൾ കേട്ടും അവരുടെ വീട്ടുകാരുടെ കുത്തുവാക്കുകൾ കേട്ടും അവരുടെ ബന്ധുക്കാരുടെ കുത്തുവാക്കുകൾ കേട്ടും അവർ കാണിക്കുന്ന ഓരോ പ്രശ്നങ്ങളുടെ മുമ്പിൽ നമ്മൾ ബലിയാടാകേണ്ടി വരും. നമ്മളതൊന്നും കടിച്ചു നിവർത്തി ജീവിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇസ്ലാമിൽ തന്നെ പറയുന്നുണ്ട്, നിൻ്റെ ഭാര്യ നിനക്ക് നോക്കാൻ കഴിയില്ലെങ്കിൽ നീ കല്യാണം കഴിക്കരുത്. അതുപോലെ തന്നെ നിൻ്റെ പേരൻസിനെ പോലും ഇസ്ലാമിൽ പറയുന്നതാണ്, നിൻ്റെ പേരൻസിനെ പോലും നീ നോക്കേണ്ട പേരൻസിനെ നോക്ക് എന്ന്
എന്ന് പോലും നിൻ്റെ ഭാര്യയോട് നിനക്ക് പറയാൻ അവകാശമില്ല. നിൻ്റെ പേരൻസിനെ നീയാണ് നോക്കേണ്ടത്, അല്ലാതെ നീ കെട്ടിച്ചു കൊണ്ടുവന്ന നിൻ്റെ ഭാര്യയല്ല നിൻ്റെ പേരൻസിനെ നോക്കേണ്ടതെന്ന് ഇസ്ലാമിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് യാതൊരു ഇതുമില്ല. നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്നാൽ വീട്ടിൽ വന്നാൽ നമ്മൾ നമ്മുടെ ഭർത്താവിൻ്റെ മക്കളുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് അവരിൽ നിന്നും നമുക്കൊരു സ്വസ്ഥതക്കേട് കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അവരിൽ നിന്നും യാതൊരിതും കിട്ടുന്നില്ല എങ്കിൽ നമ്മൾക്ക് അവിടെ നിന്ന് സലാം പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുക. നമ്മൾ മക്കളുണ്ടെങ്കിൽ നമുക്ക് മക്കളെ നോക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ മക്കളെയും കൊണ്ട് ഇറങ്ങുക, ഇല്ലെങ്കിൽ നമ്മൾ മക്കളെ അവിടെ ആക്കിയിട്ട് നമ്മൾ ഇറങ്ങുക. നമുക്ക് എങ്ങനെയാണോ സ്വസ്ഥത കിട്ടുന്നത് ആ സ്വസ്ഥത കിട്ടുന്നിടത്തേക്ക് പോവുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇത്രയും വേദനകൾ തിന്നും കടിച്ചു പിടിച്ച് നിൽക്കേണ്ട യാതൊരു കാര്യമില്ല. ഒരു പെൺകുട്ടികളും അങ്ങനെ അനുഭവിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇന്ന് പെൺകുട്ടികൾക്കും നീതി ലഭിക്കുന്നില്ല എങ്കിലും നമ്മൾ അവരുടെ മുമ്പിൽ ആത്മഹത്യ ചെയ്ത് നമ്മളുടെ ജീവിതം സ്വയം അവസാനിപ്പിക്കൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ഓരോ ഇതിലും ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ ബന്ധുക്കാരുടെ മുമ്പിലാണെങ്കിലും നമ്മുടെ ഭർത്താവിൻ്റെ മുമ്പിലാണെങ്കിലും അവന്മാർ നമ്മളെ ദ്രോഹിക്കുകയാണെങ്കിൽ നമ്മൾ അവരുടെ മുമ്പിൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഒരു കയർ ഇതിൽ നമ്മുടെ ജീവിതം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ആർക്ക് പോയി? അവർക്ക് വേറെ പെണ്ണ് കെട്ടും, അവർ വേറൊരു ഇതായിട്ട് അവർ ജീവിക്കും, പിന്നെ നമുക്കേ പോവുള്ളൂ. അതുപോലെ ആണുങ്ങളെ ദ്രോഹിക്കുന്നവരും ഉണ്ട് കേട്ടോ, അതും ഇല്ല എന്ന് പറയുന്നില്ല. ഞാൻ രണ്ട് ഭാഗത്തും ഇതുണ്ട്. എൻ്റെ കൺമുമ്പിൽ തന്നെ കാണുന്നതാണ്. അങ്ങനെ അനുഭവിക്കുന്നവരുണ്ട്. തുടരെ പുറകെ നടന്ന് ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളെയും ഞാൻ കാണുന്നുണ്ട്. അതും ഉണ്ട്, അതും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ഭാഗത്തുണ്ട്. ഈ പീഡനം അനുഭവിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആണും പെണ്ണും അനുഭവിക്കുന്നവരുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഇത്രയും ഇത് കൊടുത്തിട്ട് അവരെ പീഡിപ്പിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ഈ ഒരു പെൺകുട്ടീൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിരിക്കണം എന്നൊരു രീതിയിൽ കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അവന്മാരുടെ ഒന്നും മുമ്പിൽ നമ്മുടെ ജീവിതം അടിയറവ് വെക്കേണ്ട കാര്യമില്ല. നമുക്കവിടെ ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ നമ്മൾ അവിടെ നിന്നും ബൈ പറഞ്ഞ് ഇറങ്ങുക എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ എനിക്കും 2 പെൺകുട്ടികൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പീഡനം ആരുടെ മുമ്പിലും നിങ്ങളുടെ ജീവിതം അടിയറവ് വെക്കേണ്ട കാര്യമില്ല. നല്ല വിദ്യാഭ്യാസം നേടുക, നല്ലതുപോലെ പഠിക്കുക, നല്ല ജോലി വാങ്ങിക്കുക, എന്നിട്ട് മാത്രം കല്യാണം എന്നൊരു ഇത് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം എപ്പോഴും സക്സസ് ആവും. അതുപോലെ പഠിച്ചവരും ആത്മഹത്യ ചെയ്യുന്നുണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതം നമ്മൾ എന്തിന് സ്വയം കളയണം എന്ന് ഒരു നിമിഷം ചിന്തിക്കുക. ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ആരുടെ മുമ്പിൽ നമ്മൾ നമ്മുടെ ജീവിതം കളയേണ്ട കാര്യമില്ല. നമ്മൾ സന്തോഷത്തോടെ ഇങ്ങനെ ദ്രോഹിക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ സന്തോഷത്തോടുകൂടി ജീവിച്ച് കാണിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത്. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.